ബിഗ് ബോസ് വീട്ടിലെ പലർക്കും നമ്മുടെ രേണു സുധിയോട് പുച്ഛിച്ച ഭാവം തന്നെയാണുള്ളത്. വിശദമായി പറയുകയാണെങ്കിൽ അല്പസമയം മുൻപാണ് രേണുവിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്തുന്നത് ആദിലയും നൂറയും അക്ബറും സരികയും കൂടിയാണ്. ഇവർ സംസാരിക്കുന്നത് ഇന്നലെ രാത്രി നടന്ന സംഭവമാണ്. രേണുവിന് ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ മുതൽ പല്ല് പൊടിഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ മെഡിസിനും കഴിക്കുന്നുണ്ട് നമ്മുടെ രേണു. എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ എത്തിയ ശേഷം അതൊന്നും നടക്കുന്നില്ല. ഇന്നലെ രേണുവിന്റെ പല്ല് പറഞ്ഞു പോന്നു. ഈ പല്ല് പറഞ്ഞു പോന്ന കാര്യം ആദില വിളിച്ചു കാണിച്ചു. ആദില വന്ന് തക്കം നോക്കി നമ്മുടെ രേണു പറയുന്നുണ്ട് ആദിലയോട്, എടാ നീ കാണുന്നില്ലേ, നീ ഇങ്ങോട്ട് വാ, അടുത്തു വാ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രേണു വാ തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുകയും ചെയ്യുന്നുണ്ട്, ആ ചേച്ചി പറ, അവിടെ നിന്ന് പറഞ്ഞാൽ മതിയെന്ന്. അടുത്തേക്ക് വരേണ്ട കുഴപ്പമൊന്നുമില്ല, ഞാനെല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ആദിലയ്ക്ക് അടുത്തേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ട് പോലും നമ്മുടെ രേണു വീണ്ടും വീണ്ടും ആദിലയെ അടുത്തേക്ക് വിളിക്കുകയായിരുന്നു. നീ ഒന്ന് വാ, അവിടെ നിന്ന് കാണാൻ കഴിയില്ല എന്നാണ് നമ്മുടെ രേണു ആദിലയോട് പറയുന്നത്. എന്നാൽ ആദിലയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല അടുത്തേക്ക് വരാൻ. ഈ ഒരു വിഷയത്തെ ചൊല്ലിയാണ് പിന്നീട് ആദിലയും നൂറയും സരികയും സംസാരിച്ചു കൊണ്ടിരിക്കവേ പറഞ്ഞു കളിയാക്കി തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇതിൽ കളിയാക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. അവർക്കൊരു അസുഖം വന്നു, അത് മറ്റൊരാളോട് കൂടെ ഷെയർ ചെയ്താൽ ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടും. അതിനു വേണ്ടിയാണ് ആദിലയുടെ അടുത്ത് പോയത്. എന്നാൽ ആദില അത് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നതും. പല്ലുവേദനയാണെന്നും പല്ലിന്റെ കാര്യം പറഞ്ഞ് അടുത്തേക്ക് വിളിച്ചതിനെയും ചൊല്ലിയാണ് നമ്മുടെ രേണുവിനെ അവരെല്ലാവരും സംഘം ചേർന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പാവം രേണു അറിയുന്നുമില്ല. അങ്ങനെ രേണുവിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കവേ നമ്മുടെ നൂറ പറയുന്നുണ്ട്, രേണു ചേച്ചി എപ്പോഴും പറയുന്നുണ്ടല്ലോ വീട്ടിൽ പോണമെന്ന്, എന്തായാലും ചേച്ചി അങ്ങനെ പറയുന്നതേന്ന്. അപ്പൊ നമ്മുടെ സാരിക മറുപടി പറയുന്നുണ്ട്, അതൊക്കെ സ്ട്രാറ്റജിയാണ്. ഇതിനൊക്കെ തന്നെയും താളം പിടിച്ചുകൊണ്ട് നൂറയും ആദിലയും ഒക്കെ തന്നെയും ഒപ്പമുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും ഇപ്പൊ നമ്മുടെ രേണുവിനെ കാണുന്നത് ഒരു പരിഹാസ കഥാപാത്രമായിട്ടാണ്. കുടുംബാംഗങ്ങളുടെ മുന്നിൽ രേണുവിന്റെ മുന്നിൽ ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കും. എന്നിട്ട് മാറി നിന്ന് നമ്മുടെ രേണുവിനെ കുറ്റം പറയുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപും പിൻപും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അനു ആയാലും അങ്ങനെ തന്നെയാണ്. ഒരു പരിഹാസ രൂപേണയാണ് രേണുവിനെ കാണുന്നത്. എന്തുകൊണ്ടാണ് രേണുവിനെ മാത്രം അങ്ങനെ കാണുന്നത് എന്ന് നമുക്കറിയില്ല. എങ്കിലും എപ്പിസോഡിലായാലും ലൈവിലായാലും രേണുവിനെ മാറ്റി നിർത്തി പരിഹസിക്കുന്നത് ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല. ഇത് എന്ന് നടക്കുന്നത് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ. പ്രത്യേകിച്ചും അനുവിന്റെയും ആദിലയുടെയും നൂറയുടെയും ഭാഗത്ത് നിന്ന് തന്നെയാണ് രേണുവിനെ കുറിച്ച് അങ്ങനെ മോശമായ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവാറും. നമ്മുടെ രേണുവിന് അങ്ങനെ വൃത്തിയില്ലായ്മയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ, രേണുവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.